നമസ്കാരം. നമ്മൾ ഇന്നൊരു ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലോസ് ഓഫ് റിഫ്രാക്ഷൻ ആണ്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചതാണ് ഒരു റേ ഓഫ് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നു. ആ ഡീവിയേഷന് പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ എന്ന്. അപ്പോൾ ഒരു റേ ഓഫ് ലൈറ്റ് ഒരു പർട്ടിക്കുലർ മീഡിയത്തിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസും അതുപോലെ തന്നെ ആ മീഡിയത്തിൽ നിന്നും ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഡിഫറെൻ്റ് ആണ്. അതായത് റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് ഒരു ലൈറ്റ് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓൾസോ വെൻ എ റേ ഓഫ് ലൈറ്റ് ഈസ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ, ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ലെസ് ദാൻ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി ഒരു റേ ഓഫ് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അതൊരു പർട്ടിക്കുലർ ആംഗിളിലായിരിക്കുമല്ലോ വന്ന് വീഴുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമുക്ക് അവിടെ കിട്ടുന്നു. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുക, ഓരോ അടുത്തൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെച്ചു അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമ്മൾ നോക്കുക. അങ്ങനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതനുസരിച്ചിട്ട് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ആംഗിൾ ഓഫ് റിഫ്രാക്ഷന് എന്ത് ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മളൊരു ഗ്ലാസ് പ്രിസം കൺസിഡർ ചെയ്തിരിക്കുന്നു. ABC എന്ന് പറഞ്ഞൊരു ഗ്ലാസ് പ്രിസം. ഈ ഗ്ലാസ് പ്രിസത്തിൻ്റെ ഒരു ഫേസ്, അതായത് AB എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫേസിലേക്ക് PQ എന്ന് പറഞ്ഞിരിക്കുന്ന റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഇത് എയർ ആണ്, ഇത് ഗ്ലാസ് ആണ്, അടുത്ത മീഡിയം എയറുമാണ്. അപ്പം എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് PQ എന്ന് പറയുന്ന ഒരു റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും. റിഫ്രാക്റ്റ് ചെയ്തു പോകുന്ന റേ ആണ് QR എന്ന് പറഞ്ഞ റേ. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതുപോലെ തന്നെ റിഫ്രാക്റ്റർ റേ ആണ് QR. റിഫ്രാക്റ്റർ റേയും നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. നമ്മൾ പറഞ്ഞു എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്? ടുവാർഡ്സ് എ നോർമൽ ആണ് അല്ലേ? റിഫ്രാക്റ്റർ റേ ഈസ് ടുവാർഡ്സ് എ നോർമൽ. ദെൻ QR എന്ന് പറയുന്ന റേ AC എന്ന് പറഞ്ഞൊരു ഫേസിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അപ്പോഴും എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ നടക്കും. അതായത് RS എന്ന് പറഞ്ഞിരിക്കുന്ന റിഫ്രാക്റ്റർ റേ ആണ്. അപ്പോൾ QR എന്ന് പറഞ്ഞ ഇൻസിഡൻറ്റ് റേ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതാണ്. ദെൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ആംഗിളുമാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ക്ലിയർ ആയല്ലോ? ഇപ്പം നമ്മൾ സപ്പോസ് ഇതൊരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്ന് വീണു. അപ്പം നമുക്കറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി നമ്മൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വേരി ചെയ്യുക, അതായത് കൂട്ടിക്കൊണ്ട് വരിക. അങ്ങനെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഓരോ പർട്ടിക്കുലർ ആംഗിളും ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമ്മളൊന്ന് മെഷർ ചെയ്യുക. ഒരു പ്രൊട്രാക്ടർ വല്ലതും ഉപയോഗിച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ ആദ്യമേ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒരു 20 വെച്ചു. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ ഒരു 13 ഡിഗ്രി ആണെന്ന് വിചാരിച്ചു. ദെൻ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒരു 30 ഡിഗ്രി വെച്ചു. അപ്പോൾ കിട്ടുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് 19.45 എന്നൊരു വാല്യൂ ഉണ്ട്. ദെൻ 45 ആംഗിൾ വെച്ചു. 45 ആംഗിൾ വെച്ചപ്പോൾ നമുക്കൊരു 28 ഡിഗ്രി കിട്ടിയെന്ന് വിചാരിച്ചു. ദെൻ ഒരു 50 ആംഗിൾ വെച്ചു. 50 ആംഗിൾ വെച്ചപ്പോൾ ഒരു 36 ഡിഗ്രി വാല്യൂ കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പം ഇത് എക്സ്പെരിമെൻറ്റ് വഴി കിട്ടുന്നതാണ്. ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈൻ ഓഫ് ആംഗിൾ കാണുക, സൈൻ ഓഫ് 5 കാണുക, അതുപോലെ തന്നെ സൈൻ ഓഫ് 6 കാണുക. സൈൻ കോസ് ടാൻ ഉണ്ടല്ലോ. അപ്പം നിങ്ങളൊരു ക്ലാസ് ടേബിൾ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് സൈൻ ഓഫ് ഈ പർട്ടിക്കുലർ ആംഗിൾ കാണുക, അതുപോലെ തന്നെ സൈൻ ഓഫ് ദിസ് പർട്ടിക്കുലർ ആംഗിൾ കാണുക. അപ്പം ഓരോ കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും. അപ്പോൾ ഓരോന്നിൻ്റെ സൈൻ ഓഫ് വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് വാല്യൂ കിട്ടും. ഇനി നമ്മൾ ഈ സൈൻ I ഡിവൈഡ് ബൈ സൈൻ R കാണുക. ഇപ്പോൾ കിട്ടുന്ന ഈ വാല്യൂ ഡിവൈഡ് ബൈ ഈ വാല്യൂ കാണുക. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം എല്ലാത്തിനും കിട്ടുന്നത് 1.5 എന്നൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ചെയ്ത് കഴിയുമ്പോൾ ഇത് എക്സ്പെരിമെൻറ്റ് വഴി ചെയ്ത വാല്യൂസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ സൈൻ I ബൈ സൈൻ R ഉണ്ടല്ലോ, ഈ സൈൻ I ബൈ സൈൻ Rൻ്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുക. അതായത് ആവറേജ് ഓഫ് സൈൻ I ബൈ സൈൻ R കാണുക. ആവറേജ് വാല്യൂ എങ്ങനെ കാണുന്നത്? ഇതെല്ലാം കൂടെ കൂട്ടി വെച്ച് എത്ര നമ്പർ ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ഇത് 4 കൂടെ കൂട്ടി വെച്ച് ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.5 തന്നെയായിരിക്കും. അതായത് എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് നമ്മൾ ലൈറ്റ് റേ പാസ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ സൈൻ I ഡിവൈഡ് ബൈ സൈൻ R വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ആവറേജ് ഓഫ് സൈൻ I ബൈ സൈൻ R കിട്ടി. ഇനി അടുത്ത ഗ്ലാസ്സിൽ നിന്നും എയറിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യും. അതായത് ഈ QR എന്ന് പറഞ്ഞിരിക്കുന്ന റേ ഇൻസിഡൻ്റ് ആയിട്ടും RS എന്ന് പറഞ്ഞിരിക്കുന്ന റേ റിഫ്രാക്റ്റീവ് ആയിട്ടും കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ ഓരോ ആംഗിൾ ഓഫ് ഇൻസിഡൻസും വെക്കുക. അതനുസരിച്ചിട്ടുണ്ടാകുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമ്മൾ മെഷർ ചെയ്യുക. നമുക്കറിയാം ഗ്ലാസ്സിൽ നിന്നും എയറിലേക്ക് ആകുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്ങനെയായിരിക്കും? ലെസ് ദാൻ ദാറ്റ് ഓഫ്
ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലേ. അപ്പോൾ ഓരോ കേസിലും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമ്മളൊന്ന് മെഷർ ചെയ്യുക. ഇവിടെ നോക്കുക, ഇതുപോലെ തന്നെ സെക്കൻഡ് കേസിലേത് QR ഇൻസിഡൻ്റ് ആയിട്ടും RS റിഫ്രാക്റ്റീവ് ആയിട്ടും കൺസിഡർ ചെയ്തിട്ട് ഓരോ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലും വെക്കുമ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കിട്ടും. അതിൻ്റെ സൈൻ ഓഫ് വാല്യൂ കണ്ടുപിടിക്കുക, സൈൻ ഓഫ് I കാണുക, സൈൻ ഓഫ് R കാണുക, ദെൻ ആ സൈൻ ഓഫ് I ഡിവൈഡ് ബൈ സൈൻ ഓഫ് R കാണുക. ദെൻ ഈ സൈൻ ഓഫ് I ഡിവൈഡ് ബൈ സൈൻ ഓഫ് Rൻ്റെ വാല്യൂ ഒരു ആവറേജ് എടുക്കുക. അപ്പം അതും ഇതുപോലെ കിട്ടും, സൈൻ I ഡിവൈഡ് ബൈ സൈൻ R കാണുകയാണെന്നുണ്ടെങ്കിൽ അതും അപ്രോക്സിമേറ്റ്ലി 0.7 കിട്ടും. അപ്പോൾ നമുക്കറിയാം ഇതെന്ന് വെച്ചാൽ എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക്, ഇവിടുന്ന് എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ഉണ്ടാകുന്ന സൈൻ I ബൈ സൈൻ R കിട്ടി. അതെങ്ങനെയാണ് എല്ലാ വാല്യൂവും കോൺസ്റ്റൻ്റ് ആണല്ലേ. ഇപ്പം ഈ കേസിൽ സൈൻ I ബൈ സൈൻ R കണ്ടപ്പോൾ ഇവിടെ കിട്ടിയ വാല്യൂ എന്താണ്, എല്ലാം ഒരേ വാല്യൂ ആണ്, കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതുപോലെ തന്നെ ഗ്ലാസ്സിൽ നിന്നും എയറിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന സൈൻ I ബൈ സൈൻ Rഉം എങ്ങനെയാണ്, ദാറ്റ് ഈസ് ഓൾസോ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഈ രണ്ട് കേസസിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതായത് ഒരു മീഡിയത്തിൽ നിന്നും അടുത്ത മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. ആംഗിൾ ഓഫ് ഇൻസിഡൻസിനനുസരിച്ചിട്ട് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതനുസരിച്ചിട്ട് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എങ്ങനെയാണ്, കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതനുസരിച്ചിട്ട് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലല്ലേ? That is, when the light rays passes through different pair of media, the angle of refraction increases with the angle of incidence. Angle of incidence അനുസരിച്ചിട്ട് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ, കുറയുന്നില്ല ഒരിക്കലും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതനുസരിച്ചിട്ട് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അവിടെ കുറയുകയല്ല ചെയ്യുന്നത്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് കേസിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് പോകുമ്പോഴും ഗ്ലാസ്സിൽ നിന്നും എയറിലേക്ക് പോകുമ്പോഴും ഈ സൈൻ I ബൈ സൈൻ R എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ എങ്ങനെയാണ്, കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഈ സൈൻ I ബൈ സൈൻ R എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതായത് സൈൻ I ബൈ സൈൻ R ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് അല്ലേ. ആ കോൺസ്റ്റൻറ്റ് വാല്യൂ ഡിഫറെൻ്റ് ആണ്, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ മീഡിയ. കാരണം എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടിയത്, ഗ്ലാസ്സിൽ നിന്നും എയറിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വാല്യൂ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം അവിടെ ആ മീഡിയത്തിന് ഡിഫറൻസ് വന്നുകൊണ്ടാണ് രണ്ടിൻ്റെയും വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ എന്താണ്, ആ വാല്യൂസ് എല്ലാം എങ്ങനെയാണ്, സെയിം ആണ് അല്ലേ. ആ വാല്യൂസ് എല്ലാം സെയിം ആണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് സൈൻ I ബൈ സൈൻ R ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഈ കോൺസ്റ്റൻറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് n വെച്ചിട്ടാണ്, n. That n is known as the refractive index of the medium. Refractive index. ആക്ച്വലി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ കൂടെ ലൈറ്റ് എന്തുമാത്രം ഫാസ്റ്റ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നുള്ളത് എന്നുള്ളതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡയമെൻഷൻസ്ലെസ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മെറ്റീരിയൽ ഈസ് എ ഡയമെൻഷൻസ്ലെസ് നമ്പർ ദാറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ഫാസ്റ്റ് ലൈറ്റ് ട്രാവൽസ് ത്രൂ ദ മെറ്റീരിയൽ. അതുപോലെ തന്നെ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ വെലോസിറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ വെലോസിറ്റി റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം അവിടെ വെലോസിറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ മെഷറും കൂടിയാണ് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് എ മെഷർ ഫോർ ഹൗ മച്ച് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് റെഡ്യൂസ്ഡ് ഇൻസൈഡ് ദ മീഡിയം. That n is known as a refractive index. The refractive index is a constant. Clear ആയല്ലോ? That is the ratio of the sine of the angle of incidence to the sine of angle of refraction is a constant. That constant is known as a refractive index. That is denoted by n. അപ്പോൾ ഇതാണ് ലോസ് ഓഫ് റിഫ്രാക്ഷനിലെ ഒരു ലോ. അപ്പോൾ sin I by sin R is equal to a constant. That constant is denoted by n. That n is known as a refractive index. This relation is known as the Snell's law. അപ്പോൾ ഇതാണ് ഒരു ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു. അപ്പം ഈ ലോയ്ക്ക് നമ്മൾ വേറൊരു പേര് പറയും, ദാറ്റ് ഈസ് എ സ്നെൽസ് ലോ. ദാറ്റ് ഈസ് എ സ്നെൽസ് ലോ, സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ അങ്ങനെയും ചോദിക്കാറുണ്ട്. സ്നെൽസ് ലോ എന്നും അല്ലെങ്കിൽ ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്നും ചോദിക്കാറുണ്ട്. അപ്പം സ്നെൽസ് ലോ മാത്രം ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റന്റ്. ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ദിസ് ലോ ഈസ് നോൺ ആസ് എ സ്നെൽസ് ലോ. ഇനി സെക്കൻഡ് ലോ നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ദ നോർമൽ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഓൺ ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ആർ ലൈ ഓൺ ദ സെയിം പ്ലെയിൻ. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ലോ. അപ്പോൾ നമുക്ക് ലോസ് ഓഫ് റിഫ്രാക്ഷൻ സ്റ്റേറ്റ് ചെയ്യാം. First law, the angle of incidence, the angle of refraction and the normal at the point of incidence on the surface of separation of the two media will always be in the same plane.
Second law, the ratio of the sine of the angle of incidence to the sine of the angle of refraction, that is sin I by sin r, will always be a constant. This is known as Snell's law. The constant from Snell's law is known as refractive index. This is indicated by a letter small n. അപ്പോൾ ഈ രണ്ട് ലോസ് ആണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ഇനി നമുക്ക് സ്പീഡ് ഓഫ് ലൈറ്റും ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ കണ്ടതാണ് പ്രിസത്തിൻ്റെ കേസിൽ എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ലൈറ്റ് റേ പാസ് ചെയ്യുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടു, അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് നമ്മൾ ടേബിളിൽ നിന്ന് കണ്ടതാണ്. അപ്പോൾ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം, അവിടുത്തെ മീഡിയം ഏതാണ്? ഗ്ലാസ് ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഗ്ലാസ് ആണ് നമുക്ക് അവിടെ കിട്ടിയ വാല്യൂ. 1.5 എന്ന് പറയുന്ന വാല്യൂ എന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഗ്ലാസ് ആണ്. ആ വാല്യൂവും അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ലൈറ്റുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് അതുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ എന്ന് പറഞ്ഞിരിക്കുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് എത്രയാണ്? അത്രയാണ് 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇത് രണ്ടും നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക, അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് നോക്കുക. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഒന്ന് നമ്മൾ ചെയ്ത് നോക്കുക. നമുക്കറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ 3 × 10⁸ ആണ്. ദെൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 × 10⁸ ആണ്. ഇവിടെ ഈ രണ്ട് വാല്യൂ 10⁸ ക്യാൻസൽ ചെയ്തു പോകും. ബാക്കിയുള്ളത് 3/2 ആണ്. 3/2 എത്രയാണ് വാല്യൂ? 3/2 = 1.5 അല്ലേ? 1.5 കിട്ടും. ഈ 1.5 തന്നെയല്ലേ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഗ്ലാസ് കിട്ടിയത്? നമ്മൾ ടേബിളിൽ കണ്ടതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ്, ദാറ്റ് ഈസ് എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 1.5 ആണ്. ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഗ്ലാസ്. ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഗ്ലാസും ഈ സ്പീഡ് ഓഫ് ലൈറ്റും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അതെങ്ങനെയാണ്? ഈക്വൽ ആണ്. ശരിയല്ലേ? ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് ഈസ് ഈക്വൽ ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ. ഇവിടെ നമ്മൾ രണ്ട് മീഡിയം കൺസിഡർ ചെയ്തു. ഇത് മീഡിയം 1, ഇത് മീഡിയം 2. മീഡിയം 1-ൽ നിന്നും ഒരു റേ ഓഫ് ലൈറ്റ് മീഡിയം 2-ലേക്ക് ട്രാവൽ ചെയ്യുവാണ്. ദെൻ മീഡിയം 1-ലുള്ള ലൈറ്റിൻ്റെ സ്പീഡിനെ നമ്മൾ V1 ആയിട്ടും മീഡിയം 2-ലുള്ള ലൈറ്റിൻ്റെ സ്പീഡിനെ നമ്മൾ V2 ആയിട്ടും കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ദെൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. Then refractive index of the medium 1 with respect to medium 2, that can be represented by n12. And also refractive index of the medium 2 with respect to 1 can be represented as n21. മനസ്സിലായല്ലോ? n12 is a refractive index of the medium 1 with respect to 2. n21 is a refractive index of the medium 2 with respect to medium 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1 നമുക്ക് n21 എന്ന് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 2 എന്ന് എഴുതാമല്ലോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1, that is equal to the speed of light in medium 1 divided by speed of light in medium 2. നമ്മൾ ആ പ്രസം ഒന്ന് കൺസിഡർ ചെയ്ത് വെച്ചാൽ മതി. പ്രസത്തിൻ്റെ കാര്യം നമ്മൾ കണ്ടതാണ്. എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യാൻ നേരത്ത് ഇത് 1 ആണ് 2 ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം 2, ദാറ്റ് ഈസ് ദ ഗ്ലാസ്, that value നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ, ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 divided by speed of light in glass, that is speed of light in medium 2. എഴുതാമല്ലോ? മനസ്സിലായല്ലോ? അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1, ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 2. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1-ലെ നമ്മളെങ്ങനെയാണ് V1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു, ഇത് V2 വെച്ചും റെപ്രസെൻറ്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം 1 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 2 അത് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 2 divided by speed of light in medium 1 എന്ന് എഴുതാമല്ലോ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1, ദാറ്റ് ഈസ് ഈക്വൽ ടു V2 divided by V1. ഈ ഒരു പ്രശ്നത്തിൻ്റെ കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ മതി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം 2 എന്ന് വെച്ചാൽ ഗ്ലാസ് ആണ്. അത് നമുക്കിവിടെ കിട്ടി. എന്താണ്? 1.5 എന്ന് കിട്ടി. ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ
speed of light in medium 1 divided by speed of light in medium 2. Then refractive index of the medium 1 with respect to 2. ഈ ഇവിടുത്തെ refractive index ആണ് കാണുന്നെങ്കിൽ refractive index of the medium 1 that is air. Refractive index of the medium 1 with respect to 2 that is equal to speed of light in medium 2 divided by speed of light in medium 1. That is this one. അപ്പോൾ V2 divided by V1 എന്ന് നമുക്ക് എഴുതാം. ഇനി refractive index of the one medium with respect to another medium that is called relative refractive index. Relative refractive index. Then refractive index of the medium with respect to vacuum that is known as the absolute refractive index. That is refractive index of one medium. Suppose glass ആണെന്ന് വിചാരിച്ചു. That medium with respect to another medium. വാട്ടർ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ വാട്ടറും ഗ്ലാസ്സുമായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് പറയാം റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എയറുമായിട്ടുമാണ് റിലേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വൺ മീഡിയം വിത്ത് റെസ്പെക്ട് ടു എയർ. ഒരു മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എയറിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് പറയാം ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമുക്കറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആൻഡ് എയർ ആർ ഓൾമോസ്റ്റ് ഈക്വൽ. Therefore speed of light in vacuum itself is considered as the speed of light in air. അപ്പോൾ എയറിലെ സ്പീഡ് ഓഫ് ലൈറ്റും വാക്വത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റും ഓൾമോസ്റ്റ് ഈക്വൽ ആയതുകൊണ്ട് അത് ഒന്ന് തന്നെയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി എയർ ദാറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ദ ലെറ്റർ സി. എയറിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ സി വെച്ചിട്ടും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ഒരു മീഡിയത്തിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ ബി വെച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആർ ഓൾമോസ്റ്റ് ഈക്വൽ. അതുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി വാക്വത്തിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ തന്നെയാണ് നമ്മൾ എയറിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ടും എടുക്കുന്നത്. Therefore refractive index of air can be denoted by letter C and the refractive index of the medium that is denoted by letter V. Therefore the absolute refractive index can be written as absolute refractive index. Absolute refractive index. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം വിത്ത് റെസ്പെക്ട് ടു എയർ എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ദെൻ എയറിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സി ആണ്, മീഡിയത്തിലെ റിഫ്രാക്റ്റീവ് എന്ന് വെച്ചാൽ വി ആണ്. ദിസ് ഈസ് എ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ദിസ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് നോർമലി നോൺ ആസ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എൻ എം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം ദാറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ വി. സി ബൈ വി വേർ സി ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ആൻഡ് വി ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. That is the refractive index of one medium with respect to another is called relative refractive index. Then the refractive index of a medium with respect to vacuum is called absolute refractive index. Since the speed of light in vacuum and that in air are almost equal, the speed of light in vacuum itself is considered as the speed of light in air for calculating the refractive index. നമ്മൾ പറഞ്ഞു വാക്വത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡും എയറിലുള്ള ലൈറ്റിൻ്റെ സ്പീഡും ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അതുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വാക്വത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡിനെ നമ്മൾ എയറിലുള്ള ലൈറ്റിൻ്റെ സ്പീഡായിട്ട് കൺസിഡർ ചെയ്യുവാണ്. Then if the speed of light in air is considered as c and that in medium is considered as v, then the absolute refractive index of the medium that is equal to speed of light in air divided by speed of light in the medium that is equal to c by v. അതുകൊണ്ട് ദിസ് എയറിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റിനെ സി ആയിട്ടും മീഡിയത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റിനെ നമ്മൾ വി ആയിട്ടും കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം ദാറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ വി. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം നമുക്കറിയാം ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ദാറ്റ് ഈസ് സി ബൈ വി. നമുക്കിനി ഈ മീഡിയത്തിൻ്റെ ഒക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യമേ നമുക്ക് നോക്കാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ. അതായത് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ദാറ്റ് ഈസ് എൻ ഈസ് ഈക്വൽ ടു ഗ്ലാസ് ആകുമ്പോൾ എങ്ങനെയാണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ആണ്. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ നമുക്കറിയാം ഇക്വേഷൻ സി ബൈ വി തന്നെയാണ്. അപ്പോൾ 3 × 10⁸. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്ലാസ് ആണ്. Therefore 2 × 10⁸ നമ്മൾ മുമ്പേ കണ്ടതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2
1.5. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ 1.5 കിട്ടി. അപ്പോൾ തന്നെ ഇത് ഗ്ലാസ് ആണ്. ദെൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ വാട്ടർ നമുക്ക് നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി വാട്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ നമുക്കറിയാം 3 × 10⁸ ആണ്. ദെൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ എത്രയാണ്? 2.25 × 10⁸. ദെൻ 10⁸ ക്യാൻസൽ ചെയ്ത് പോവും. 3 / 2.25 ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ഈസ് 1.33 എന്ന് വരും. അത് 1.33. അപ്പോൾ ദാറ്റ് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ വാട്ടർ ഈസ് 1.33. ഇനി നമുക്ക് നോക്കാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഡയമണ്ട്. ഡയമണ്ടിൻ്റെ നോക്കാം. therefore speed of light in air divided by speed of light in diamond എത്രയാണ്? 1.25 × 10⁸. ഇവിടെ 10⁸ ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ 3 / 1.25 ഇത് ചെയ്ത് കഴിയുമ്പോൾ 2.4 എന്ന് വരും. 2.4. അപ്പോൾ ദിസ് ഈസ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഡയമണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം വിത്ത് റെസ്പെക്ട് ടു എയർ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ദാറ്റ് ഈസ് ഈക്വൽ ടു C/V. ദാറ്റ് ഈസ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. താങ്ക് യു.